നമസ്കാരം. വാളയാർ പീഡനക്കേസിൽ മരിച്ച പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് ഹാജരാകാൻ കോടതി നിർദ്ദേശം. അടുത്ത മാസം 25-ന് വിചാരണ കോടതിയായ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസിൽ മാതാപിതാക്കളെ 2-3 പ്രതികളാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. രജിസ്റ്റർ ചെയ്ത 9 കേസുകൾ 6-ലും മാതാപിതാക്കളെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. CBI കുറ്റപത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ മാതാപിതാക്കൾ കൂട്ടുനിന്നുവെന്നാണ് കണ്ടെത്തൽ. ഇത് അംഗീകരിക്കണമെന്ന് പ്രാരംഭവാദത്തിനിടെ പ്രത്യേക കോടതിയിൽ CBI അപേക്ഷിച്ചിരുന്നു. തുടർന്നാണ് അടുത്ത മാസം ഹാജരാകാൻ നിർദ്ദേശം. കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ CBIയോട് വിശദീകരണം തേടിയിട്ടുണ്ട്. CBIയുടെ കുറ്റപത്രം റദ്ദാക്കണമെന്നും തുടരന്വേഷണം നടത്തണമെന്നുമാണ് മാതാപിതാക്കളുടെ ആവശ്യം. CBIയുടേത് ആസൂത്രിതമായ അന്വേഷണമാണെന്ന് ഹർജിയിൽ മാതാപിതാക്കൾ പറയുന്നു. സുതാര്യമായ അന്വേഷണമല്ല CBI നടത്തിയതെന്നും ഹർജിയിൽ ആക്ഷേപമുണ്ട്. അധികാര ദുർവിനിയോഗം നടത്തിയാണ് CBI കേസ് അന്വേഷിച്ചതെന്നും വാദമുണ്ട്. ജീവനൊടുക്കിയ പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ മാതാപിതാക്കൾ ഒത്താശ ചെയ്തുവെന്നായിരുന്നു CBIയുടെ കുറ്റപത്രം. മക്കളുടെ മുന്നിൽ വെച്ച് അമ്മയുമായി 1-ാം പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇളയ കുട്ടി 1-ാം പ്രതിക്ക് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണ്. മൂത്ത മകളുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ 1-ാം പ്രതിയാണെന്ന് അമ്മയ്ക്കറിയാം. ബലാത്സംഗം ചെയ്യാൻ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്നാണ് CBI കുറ്റപത്രത്തിൽ പറയുന്നത്. 2017 ജനുവരി 13-നാണ് വാളയാർ പെൺകുട്ടികളിൽ മൂത്ത സഹോദരിയെയും മാർച്ച് 4-ന് ഇളയ സഹോദരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിട്ടതോടെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. CBIയുടെ ആദ്യ കുറ്റപത്രം തള്ളിയ കോടതി വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. തുടർന്നാണ് CBI രണ്ടാമതും കുറ്റപത്രം സമർപ്പിച്ചത്. കുട്ടികളുടെ മരണം കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് ഫോറൻസിക് റിപ്പോർട്ടിലുമുണ്ട്. കേസിലെ പ്രതികളായ പ്രദീപ്, കുട്ടി മധു എന്ന മധു, പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ജോൺ പ്രവീൺ എന്നിവരുടെ സംശയാസ്പദമായ മരണങ്ങളിൽ ഇതുവരെ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്നും മാതാപിതാക്കൾ ഹർജിയിൽ പറയുന്നു. കേസിൽ അന്വേഷണം നടത്തിയ CBI തിരുവനന്തപുരം യൂണിറ്റാണ് മാതാപിതാക്കളെ പ്രതികളാക്കി കൊച്ചി CBI കോടതിയിൽ അനുബന്ധ കുറ്റപത്രം നൽകിയത്. പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 6 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുട്ടികളുടെ മരണത്തിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് CBI അന്വേഷണത്തിലെ കണ്ടെത്തൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം, ബലാത്സംഗ പ്രേരണ കുറ്റം, പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെക്കാൻ തുടങ്ങിയ കുറ്റങ്ങളാണ് കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കുമെതിരെ ചുമത്തിയത്.